എനിക്കിഷ്ടമില്ല. എനിക്ക് അതിൻ്റെ ആ ഒരു പച്ചക്കറിയാണ് ഇഷ്ടം. അപ്പോൾ ഓരോ വീടുകളിലും ഓരോ ഓരോ പ്രകൃതി. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് അടുത്ത അപ്പൊ ഞാനിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി എവിടെയാണെന്നറിയോ വിദ്യുത്താൻ്റെ കൂടെയാണ്. അപ്പൊ എൻ്റെ വലിയ സ്വപ്നമായിരുന്നു. അപ്പൊ ആ ഒരു കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റി. ഹലോ ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്ന് ഇഹാം ഡിജിറ്റലും ക്ലബ് FM കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള റമദാൻ വിഭവങ്ങൾ എന്ന കോമ്പറ്റീഷനാണ് കേട്ടോ കോഴിക്കോട്. അതിനാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത്. അടിപൊളി പരിപാടി തന്നെയായിരുന്നു കേട്ടോ. പ്രൈസൊന്നും കിട്ടിയില്ല, നന്നായിട്ട് പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ കിട്ടി. ഭയങ്കര ഹാപ്പി. പിന്നെ എൻ്റെ കൂടെ ഒരുപാട് വലിയ വലിയ ഇതിൽ കോൺടെസ്റ്റൻസിൽ വിജയിച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ദം ബിരിയാണിയിലെ കോൺടെസ്റ്റിലെ നിജയ ടീച്ചർ, അതുപോലെ KBQൽ സെലക്ഷൻ കിട്ടിയിട്ട് ആൾക്കാർ, ദം ബിരിയാണിയിൽ തന്നെ ഗ്രാൻഡ് ഫിനാലയിൽ മത്സരിച്ച ഷബന, ജാനകി ചേച്ചി, സൈഫുനീസ, ഫിദ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടിനും കൂടി സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, ഷാല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ദാട്ടോ നിജയ ടീച്ചർ, അങ്ങനെ എല്ലാവരും കൂടി മൈമുൻത, എല്ലാവരും ഈ ഒരു കോമ്പറ്റീഷനിൽ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അടുത്ത വിശേഷം പറയണ്ട. ദം ബിരിയാണിക്ക് ശേഷമാണോ? പോയില്ലേ? അങ്ങനെ വീണ്ടും എത്തില്ലേ? ചെറിയൊരു ഇന്നെന്താ ഐറ്റം? ഇന്ന് എന്താ പറയാ, ക്രീമി ചിക്കൻ ഫ്രൈ. ഇന്നലെ ഇന്ന് ചിക്കൻ മിനി പൊക്ക. അങ്ങനെ നിങ്ങൾക്കിതാ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഇഹാം ഡിജിറ്റലും ക്ലബ് FM കൂടി റമദാൻ വിഭവങ്ങൾ എന്നൊരു പ്രോഗ്രാമാണ്. ഇതാണ് ജോണേട്ടൻ. ഇത് വനിതാ പാചകറാണി മത്സരത്തിലും നമ്മുടെ ഈ ഏട്ടൻ തന്നെയായിരുന്നു കേട്ടോ ഇതുപോലെയുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇവൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇവരാണ്. അപ്പോൾ ഞാൻ എന്താ ക്യാപ്പും കിച്ചൺ കോട്ടൊക്കെ കിട്ടി, അതൊക്കെ ഇട്ടുകൊണ്ട് എന്താ 3rd ഫ്ലോറിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് ഈ ബ്ലൂ ആണ് കേട്ടോ നമ്മുടെ കണ്ണൂരിൽ സെക്കൻഡ് കിട്ടിയ ആളാണ്. അങ്ങനെ പ്രോഗ്രാമൊക്കെ തുടങ്ങി. ഞങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷനും അതുപോലെ തന്നെ അവിടെ ഒരു പുതിയൊരു ഓവനെ പറ്റി പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയൊരു സെഗ്മെൻറ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് സമയം കേട്ടു. അതിന് ശേഷമാണ് നമ്മുടെ ക്ലബ് FMൻ്റെ ആങ്കറും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നിർദ്ദേശങ്ങളൊക്കെ തന്ന് നമ്മൾ കുക്കിംഗ് കോമ്പറ്റീഷന് വേണ്ടി പോയത്. ഇനി ഞാൻ ഉണ്ടല്ലോ ഈ ഹാമിൽ ഓരോ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ വരുന്നുണ്ട്. അടിപൊളി സാധനങ്ങളാണ് കേട്ടോ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു മോഡൽ ഉപയോഗിക്കാറ്. ഏറ്റവും വില കുറഞ്ഞതും ഫംഗ്ഷൻ കുറഞ്ഞുള്ള ഒരു മോഡലാണ് സോളോ കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഗ്രിൽ ടൈപ്പ് ഓവനാണ്. ഗ്രിൽ ടൈപ്പ് ഓവൻ എന്ന് പറയുമ്പോൾ നമുക്ക് റീഹീറ്റിംഗ്, കുക്കിംഗ്, ഗ്രില്ലിംഗ് പർപ്പസും കൂടെ ചെയ്യാൻ പറ്റിയ ഒരു ഓവനെയാണ് ഗ്രിൽ ടൈപ്പ് ഓവൻ എന്ന് പറയുന്നത്. തേർഡ് കാറ്റഗറിയാണ് കൺവെൻഷൻ ടൈപ്പ് ഓവൻ. ഇതിൽ നമുക്ക് റീഹീറ്റിംഗ്, കുക്കിംഗ്, ഗ്രില്ലിംഗ്, അഡ്വാൻസ് ബേക്കിംഗ് കൂടെ ചെയ്യാൻ പറ്റും. ഒരു വീട്ടിലേക്ക് അത്യാവശ്യം നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള, അതായത് കുക്കിംഗ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, പാഷൻ ആയിട്ടുള്ളവർക്കൊക്കെ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയാണത്. ഇത് 30 ലിറ്ററാണ്. നമ്മളൊരു ഓവൻ എടുക്കുമ്പോൾ 20 ലിറ്റർ തുടങ്ങിയിട്ട് 35 ലിറ്റർ വരെയാണ്. ചെറിയ ഫാമിലിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ 20 ലിറ്ററാണ് നമ്മൾ കൊടുക്കാറ്. എന്ന് പറഞ്ഞാൽ ഒരു 2-3 പേരുള്ള. പിന്നെ 25 ലിറ്ററേഴ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ഏകദേശം 4-5 പേർക്ക്. 30 ലിറ്റർ ആകുമ്പോൾ ഒരു 7 മെമ്പേഴ്സിന് മേളിലുള്ളത്. പറയാൻ കാരണം ഇതിൽ 30 ലിറ്ററിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു 1.5 കിലോ ബിരിയാണി വരെ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ഫിഷ് കറി കാര്യങ്ങളും, അതിന് ചിക്കൻ കറി, അതിന് ഗ്രില്ല് ചിക്കൻ, ഫുൾ ചിക്കൻ ആണെങ്കിലും എന്താ പറയുന്നത് നിങ്ങളാണ് എനിക്ക് ധാരാളമാണ്. അപ്പം ഇത്രയും നന്നായിട്ട് ഫുഡുണ്ടാക്കാൻ അറിയാവുന്നത് ഞാനങ്ങ് മലയോട് വന്നാണ്. ഞാൻ വീട് ഇരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് ഞാൻ ഇവിടെ വന്നിട്ട് എന്താ പറയാ, അന്ന് നൈറ്റൊക്കെ അയക്കാൻ നിർത്തി വന്നു. പക്ഷെ ഇപ്പൊ നാട്ടുകാരനെ സമ്മതിക്കില്ല, കഴിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്നാക്സ് കോമ്പറ്റീഷനാണ് ഇനി നടക്കാൻ പോകുന്നത്. നമ്മുടെ ടേസ്റ്റ് പാർട്ണർ വരുന്ന ചോപ്സാണ്, ഷാപ്പാണ് നമ്മുടെ ഫുഡ് കോർണർ. അപ്പൊ എല്ലാവരും ഹാർദവമായിട്ട് ഈ കോമ്പറ്റീഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. കോമ്പറ്റീഷനാണ്, അതിന്റെ സ്പീഡിൽ എടുക്കുക. നമ്മൾ അടിവായിട്ട് ഉണ്ടാക്കല്ലേ? എല്ലാവരും എത്തിയല്ലേ? അപ്പൊ ഓണാണ്. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആദ്യം ശിഖ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹലോ, എന്റെ
ശബ്ദം കേട്ട് നിങ്ങൾക്ക് മടുക്കുമല്ലേ? കാരണം ആദ്യം മുതലേ ഞാനാണ് നിങ്ങളെല്ലാവരും വിളിക്കുന്നത്. ഷെഫുമാരെ സെലക്ട് ചെയ്യും, അതിനുശേഷം ഞാൻ വീണ്ടും വിളിക്കും. ഈ വീണ്ടും വിളി എനിക്ക് തോന്നുന്നു 10 തവണ നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? ഞാൻ ബോറടിപ്പിച്ചോ നിങ്ങളെ? 5 ശല്യമാണ്. എന്നൊന്ന് വിളിക്കണോ എന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇല്ലല്ലോ. ശരി, അപ്പൊ ആ ഒരു സ്പിരിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഞാൻ നിങ്ങൾക്ക് മെസ്സേജിൽ പറഞ്ഞ പോലെ തന്നെ നേരിട്ട് പറഞ്ഞ പോലെ തന്നെയാണ് 3 to 5 ആണ് നമ്മുടെ കോമ്പറ്റീഷൻ നടത്താൻ പോകുന്നത്. 2 മണിക്കൂർ. അപ്പൊ ഞാൻ ഓരോരുത്തരും ചോദിച്ചു 2 മണിക്കൂർ മതിയോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും മതി. എന്തിനാ 2 മണിക്കൂർ? അങ്ങനെ എപ്പോഴും നിങ്ങളോട് ചോദിച്ചു 2 മണിക്കൂർ എന്തിനാ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഈ 2 മണിക്കൂർ ശരിക്കും എടുക്കോ? പത്തിരി പാത്തു. ഓക്കെ, എത്ര പേര് വേണം? ശരി, 1 മണിക്കൂറിൽ കൂടുതൽ ആരെങ്കിലും ഉണ്ടോ? 1 hour കൂടുതൽ എനിക്ക് ടൈം വേണം ഉണ്ടാക്കാൻ വിചാരിക്കുന്നവരുണ്ടോ? ഉണ്ട്. ഇവിടെ കഴിക്കാം ചീസി മഷ്റൂം ചില്ലി. ഇതിപ്പോ പേര് കേട്ട് ഞങ്ങൾ ഇങ്ങനെ വെള്ളം കൂടി ഇരിക്കുന്നുണ്ടോ? ബേബി ചിക്കൻ ഫ്രൈ. കൂടുതലും ചിക്കനും ചെമ്മീനുമാണ് തോന്നുന്നത്. എത്ര പേര് ചിക്കൻ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്? ഓക്കെ, എത്ര പേര് പ്രോൺസ് ഉണ്ടാക്കുന്നുണ്ട്? എത്ര പേര് സ്വീറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്? ഒരാൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പൊ 3 to 5 ആണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ ടൈം എന്ന് പറയുന്നത്. ചിക്കനും പ്രോൺസും കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ് എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി കാര്യങ്ങൾ ഈവൻ വെജിറ്റബിൾ കട്ടിംഗ് ആണെങ്കിലും മിക്സിംഗ് ആണെങ്കിലും എല്ലാം ഈ 2 മണിക്കൂറിനുള്ളിലാണ് ചെയ്യുന്നത്. ഓക്കെ, 2 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ട എന്ന് നമുക്കറിയാം. എന്നാൽ പോലും കഴുകുകയാണെങ്കിൽ അവിടെ പ്രസന്റ് ചെയ്തതിനു ശേഷം ഇവിടെ വന്നിരിക്കാം. ഇവിടെ കുറേ നിങ്ങളെ കാത്ത് എന്തൊക്കെയോ സെഷൻസ് ഉണ്ട്, പിന്നെ എന്തൊക്കെയോ മോഡൽസ് കാണിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. ഒരു അനുഭവം ഇല്ലല്ലോ. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നോക്കിയില്ലേ? പോവാം. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാരന്റ്സും അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ഒക്കെ വന്നിട്ടുണ്ട്. അവർക്ക് അവിടെ നിൽക്കാനുള്ള സ്ഥലം കുറവാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ജസ്റ്റ് ഒന്ന് നോക്കാം. അവിടെ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ഇവിടെ വന്നിരിക്കാൻ പറയുക. ഇനി അവിടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാലോ ഹസ്ബൻഡ് വൈഫൊക്കെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ സൗകര്യം എന്താണോ അതനുസരിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. പോയിക്കാം. അങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി കാണിച്ചു തരാം കേട്ടോ. നജിയ ടീച്ചറുണ്ട്, അഷ്മത്തുണ്ട്, ഷബനുണ്ട്, എൻ്റെ ഫ്രണ്ട് ഷാലുണ്ട്. അങ്ങനെ ഒരുപാട് പേര്, ഈ 16 പേര്. അതുപോലെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് സൈഫുനീസിക്കാണ് കേട്ടോ. പിന്നെ ഫിദക്കാണ് സെക്കൻഡ്. ഫസ്റ്റ് സൈഫുനീസ്, സെക്കൻഡ് ഫിദ, പിന്നെ അഷ്മിതത്താക്കാണ് തേർഡും കിട്ടിയത്. നമ്മുടെ പാചകറാണി അസ്ന. അപ്പം നമ്മുടെ കോമ്പറ്റീഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും അവനവൻ്റെ സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അടിപൊളി വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് അസിനത്ത. ഈത്ത കഴിഞ്ഞ പ്രാവശ്യം വനിതാ പാചകറാണിയിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. ഒരുപാട് ജഡ്ജായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ കണ്ടു, പരിചയപ്പെട്ടു. ഭയങ്കര സന്തോഷമായി. അപ്പം നജിയത്താൻ്റെ പനീർ പെട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെയൊക്കെ വീഡിയോയിൽ കാണാം. ഷാലാൻ്റെ ചിക്കൻ ബോളും അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും തോന്നി അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഞങ്ങൾ സ്നാക്കൊന്നും ആർക്കും കഴിക്കാൻ കിട്ടിയില്ല. അപ്പോഴത്തേനും ആരൊക്കെയോ കഴിച്ചു തീർത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കും ഷെയർ ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ എന്നാലും അടിപൊളി പരിപാടി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല കോമ്പറ്റീഷൻ സ്പിരിറ്റോട് കൂടി തന്നെയാണ് എല്ലാവരും കുക്ക് ചെയ്തെടുത്തത് കേട്ടോ. ഞാനും ഷലാനായിട്ടും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ഷെയർ ചെയ്തിട്ടൊക്കെയാണ്, ചോദിച്ചിട്ടൊക്കെയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഷാല എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അവളാണ് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞതും ഞാൻ അയച്ചതൊക്കെ. അപ്പോൾ അവൾക്കും എനിക്കും കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഒരുമിച്ച് മത്സരിക്കാൻ പറ്റിയല്ലോ. അങ്ങനെ എന്നെപ്പോലെ ഒരുപാട് 16 പേരിൽ 15 ആളും അടിപൊളി സ്നാക്ക് തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ എൻ്റെ തൊട്ടടുത്ത ജാനകി ചേച്ചി ഇവരും ദം ബിരിയാണി കോൺടെസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഗ്രാൻഡ് ഫിനാലയിൽ. അങ്ങനെ ഞാൻ എൻ്റെ ചിക്കൻ മിനി പൊക്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് റിസ്ക്കിയാണ്, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഒരു അറ്റംപ്റ്റ്, എൻ്റെ ഒരു ഇന്നോവേഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ചിക്കൻ ലസാഗ്ന എന്ന ഒരു ഇതിനാണ്. പക്ഷെ അത് ഒരിക്കലും സ്നാക്ക് ഓപ്ഷനായിട്ട് വരുന്ന സാധനമല്ല. എന്നിട്ടും റമദാൻ വിഭവങ്ങളിൽ അതിനാണ് ഫസ്റ്റ് കിട്ടിയത്. അതുപോലെ തന്നെ സെക്കൻഡ് ഒരു അടയാണ്, ചിക്കൻ മൂണങ്ങാണ്ട്. അപ്പോൾ
മൂന്നാ പേരും. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തരും ഓരോരുടേതായ സ്നാക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷൈലാൻ്റെ ബോളത് അവൾ ഉരുട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ എൻ്റെ അനിയനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നജിയത്തിയും അപ്പുറത്തതാ അവരും അസിനത്തിയും ഒക്കെ എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. 2 മണിക്കൂറാണ് ഞങ്ങൾക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സമയം തന്നിട്ടുണ്ടായിരുന്നത്, പ്രസൻറ്റേഷനും ഉണ്ടാക്കലും ഒക്കെ കൂടി. പക്ഷെ അടിപൊളി പരിപാടി തന്നെയായിരുന്നു. അതുപോലെ തന്നെ പ്രോത്സാഹന സമ്മാനമായിട്ട് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി. പിന്നെ ഞാൻ എന്താ ഹാം ഡിജിറ്റലിന് വേണ്ടി ഒരുപാട് വീഡിയോസ് ഞാൻ അവിടുത്തെ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സെക്കൻഡിൽ അടുത്ത വീഡിയോ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ക്ലബ് എഫ്എമ്മിൻ്റെ ആൾക്കാർ, അവരുടെ ഓൾ ദ ബെസ്റ്റൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വോയിസൊക്കെ കേൾക്കാം. അപ്പോൾ ഓരോരുത്തരും കഴിയാറായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം സമയം തീരാറായിക്കൊണ്ടിരിക്കുന്നു. സ്നാക്കൊക്കെ ഒരുവിധം എല്ലായിടത്തും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും മസാല കൂട്ടൊക്കെ ഉണ്ടാക്കി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെ സ്നാക്ക് കോമ്പറ്റീഷൻ ആദ്യമായിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എൻ്റെ ചിക്കൻ മിനിപ്പൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ സോസ് എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ അപ്പോൾ എൻ്റെ ചിക്കൻ മിനിപ്പൊക്കെ ഇതാണ്, കാണാൻ ഭംഗിയില്ലേ, അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അതിൻ്റെ റെസിപ്പിയൊക്കെ. അടുത്ത ജാനജിക്കിച്ചി ചേച്ചിയുടെ ചെമ്മീൻ കട്ട്ലറ്റും അങ്ങനെ എന്താണ് അതും ഇടിച്ചൊക്കെ വെച്ചിട്ടാണ്, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇതാണ് പത്തിരിപ്പാത്ത് എന്ന് പേരിട്ട് കൊടുത്തിട്ടുള്ള കട്ടിപ്പത്തിരിൻ്റെ. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്ലാറ്റ്ഫോം വരുമ്പോഴാണ് നമ്മളെക്കാട്ടിലും ടാലൻ്റുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ അടിപൊളി റെസിപ്പീസൊക്കെ കാണാനും പരിചയപ്പെടാനും ടേസ്റ്റ് ചെയ്യാനൊക്കെ കഴിയാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യം തന്നെയായിട്ട് കാണുന്നുണ്ട്. അതുമാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് പേര് പരിചയപ്പെടാനും ആ ഒരു സുൽബന്ധം കൊണ്ട് നടക്കാനും പറ്റാന്ന് പറഞ്ഞത് അതും വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് ചിക്കൻ മിനിബൊക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ആങ്കർ. അങ്ങനെ ജഡ്ജസൊക്കെ എത്തി കേട്ടോ. അപ്പം നമ്മുടെ ആയുധത്തെയാണ് കേട്ടോ. പിന്നെ ഇതാ മിംസിലെ ഡയറ്റീഷ്യനും ആണ്, അവരെത്തിയിട്ടുണ്ട്. എൻ്റെ and she's Abida Rashid and Madhu Jadwalaja, Mrs. Sharon Thomas. Sharon Thomas registered dietitian and clinical Unai Reporter, ACI Reporter, and Iran Register. അങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ടോ. ജഡ്ജ്മെൻ്റൊക്കെ മിംസ് ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യനാണ് കേട്ടോ മറ്റേത്. ഈ ഡോക്ടർ തന്നെ ആയിരുന്നു അന്ന് വനിതാ പാച്ചക്കറാണിയിലും നമ്മുടെ ജഡ്ജ്മെൻറ്റിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹെൽത്തി ആവണം, അതുപോലെ തന്നെ റംലാൻ സ്നാക്കാണ്, അപ്പോൾ ടേസ്റ്റും കുറവാവാൻ പാടില്ല. അപ്പോൾ ഇതാ ഒരിത്ത അവിടെ വന്നിരുന്നു, ഇതൊക്കെ എല്ലായിടത്തും കാണാനും ഒക്കെ. ചെമ്മീൻ പത്തിരി പാത്ത് ഓരോന്നിൻ്റെ പേര് ഇതാട്ടോ. പിന്നെ ഇതാ ചിക്കൻ ഹാഫ് മൂണ്, ചീസി, അതുപോലെ തന്നെ ഇതാണ് പനീർ കട്ട്ലറ്റ്, ക്രീമി ചിക്കൻ പോട്ട് പൈ, ഇതാണ് ഷബനൻ്റേത്.
അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ സ്നാക്കും അടിപൊളിയാണ്. ചിക്കൻ ചട്ടിപ്പത്തിരി ഉണ്ടായിരുന്നു. ഇതാണ് ചിക്കൻ ബ്രെഡ് ലസാഗ്ന. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് കേട്ടോ. ഇതാണ് നമ്മുടെ മൈമൻ താത്താൻ്റെ മണവാട്ടി ചെമ്മീൻ, അതുപോലെ തന്നെ ഇത് ചീസി മഷ്റൂം ചിക്കൻ റാപ്പ്, ഓരോന്നും പേര് അടിപൊളിയാട്ടോ. റായ്സെറ്റ ഇത് നമ്മുടെ അസിൻ താത്താൻ്റെ കേട്ടോ. ചിക്കൻ ചീസി ക്രോക്കറ്റ്, അപ്പോൾ ഇതും അടിപൊളി തന്നെ. പനീർ പെട്ടി ഇതാണ് നമ്മൾ ടീച്ചർ അടിപൊളിയായിട്ട് ഇത് പണ്ട് കാലത്തുണ്ടായിരുന്നൊരു വിഭവമാണ്. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ ജഡ്ജ്മെൻറ്റിന് ശേഷം ഞങ്ങളോട് താഴെ അവിടെ പ്രോഗ്രാമിൽ പോയിരിക്കാൻ പറഞ്ഞു. അവിടെ ആ ഒരു 3rd ഫ്ലോറിലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി സ്നാക്കും ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിരിക്കാൻ പറഞ്ഞു. 2ാമത്തെ റൗണ്ടിൽ അവർ മാത്രമായിട്ട് ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും തിരികെ താഴേക്ക് പോയി. അപ്പോൾ അവിടെ ഈ ഒരു ഓവനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൽ ഷവായ ചിക്കൻ പോലെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓവനെക്കുറിച്ചുള്ള ആ ഒരു പ്രസൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ചിക്കൻ എല്ലാവർക്കും സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും ഒരു ചെറിയ പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്തു. അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. കുറച്ച് സ്പൈസി ആയിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റ്, നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഈ ഒരു ഹാം ഡിജിറ്റലിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, പാത്രങ്ങളായിക്കോട്ടെ, നമ്മളെ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ട് ഓരോ കാണുന്ന ഇംഗ്ലീഷ് കിച്ചണ്, അങ്ങനെ ഓരോ അടിപൊളി യൂട്യൂബേഴ്സ് ചെയ്യുന്ന ഓരോ കിച്ചണിലുള്ള ഓരോ നമ്മൾ അബ്രോഡിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഓരോ പാത്രങ്ങളില്ലേ, അതൊക്കെ ഇവിടെ തന്നെയുണ്ട്. എവിടെയും പോവേണ്ട, ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ടോ ഒന്നും വാങ്ങണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഓവനിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാം കേട്ടോ. നല്ല കളക്ഷൻസും ഉണ്ട്, അടിപൊളി. ഇത് പുതിയ മോഡലാണ്. ഫുൾ സ്റ്റീമിൽ വർക്ക് ചെയ്യുന്നതാണ്. എന്തും ചെയ്യാൻ കഴിയില്ല. അത് ഏത് ടൈപ്പ് ഓഫ് ടെക്നിക്സ് നമുക്ക് ഇതിനകത്ത്. ഇതാണ് നേരത്തെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്തത്. അതെ, ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തു. നിങ്ങൾ പറഞ്ഞോളെ. ഇലക്ട്രോളിക്സ് ഈ ഒരു സ്വീഡിഷ് ബ്രാൻഡാണ് ഇലക്ട്രോളിക്സ്. മോർ ദാൻ 100 years ഓൾഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇലക്ട്രോളിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്ത്യയിലേക്ക് എൻട്രി വന്നേക്കണം. അതിൽ കേരളത്തിലേക്ക് ഇപ്പോൾ വന്നിട്ട് ഓൾമോസ്റ്റ് 1 year ആയി. നമ്മളൊരു സ്റ്റീം ഓവനാണ് വരുന്നത്. നമുക്കിത് മേക്ക് ഇഡ്ഡലിയാണ് വരുന്നത്. ഫുൾ പ്രോഡക്ട്സ് നമുക്ക് ഇത് ഇമ്പോർട്ടാണ്. നമുക്ക് ഒരു ഇഡ്ഡലിയാണ് നമുക്ക് ശരിക്കും ഇതിൽ മേക്ക് ചെയ്യുന്നത് ഇപ്പം കറന്റ്. സോ ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്ക് വരിക. സോ ഈ ഓവൻ നമുക്ക് ഫുൾ സ്റ്റീം അല്ലെങ്കിൽ ഹോട്ട് എയർ പ്ലസ് സ്റ്റീം എന്നുള്ള രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. സോ 950 ml വെള്ളമായിരിക്കും ടാങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. സോ ഒരു 20 minutes ടൈമിൽ നമ്മൾ സ്റ്റീം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓവൻസ് നമുക്ക് ഇതുപോലെ നമുക്ക് ഇഡ്ഡലി കാര്യങ്ങൾ, എന്ത് കാര്യങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്, ഗ്രിൽ, ടർബോ ഗ്രിൽ, ഫുൾ സ്റ്റീംസിൽ എല്ലാ ടൈപ്പ് ഓഫ് കുക്കിങ്സും നമുക്ക് ഇതിൽ പോസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്ക് ഇതുപോലെ ടെലിസ്കോപ്പിക് റെയിൽസ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഡോസിന്റെ ഒക്കെ ഗ്ലേസ് ലെയർ സെറ്റിംഗ്സ് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. 4 ലെയർ ഗ്ലേസ് സെറ്റിംഗ്സ് ആണ് നമുക്ക് ഇതിൽ വന്നേക്കുന്നത്, പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഡോർസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സോഫ്റ്റ് ക്ലോസ് ആണ്. നമുക്ക് ഇവിടുന്ന് ക്ലോസ് ചെയ്തിടാനും സോഫ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഇതിന്റെ ക്ലോസ് ആവുന്ന ഡോർസ്. ഇത് സോഫ്റ്റ് ക്ലോസ് ആണ്. നമ്മൾ തട്ടി കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ക്ലോസിങ് ആയിരിക്കും ഇതിൽ. ഇനി വേറെ എന്തെങ്കിലും നമ്മുടെ
എന്നുള്ളതിന്റെ ഒരു ജഡ്ജ്മെന്റ് ആണ് എന്റെ കയ്യിലുള്ളത്. സോ ആസ് യൂഷ്വൽ ടെൻഷൻ അവിടെ തന്നെ നിൽക്കണം. കാരണം ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ എന്തായാലും ടെൻഷന്റെ ഒരു ആവശ്യം ഉണ്ട് അല്ലെ. അതുകൊണ്ട് തേർഡ് പ്രൈസ് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കഴിയുമോ? തേർഡ് പ്രൈസ് ആഘോഷിക്കുന്നതിന് മുന്നേ ഈ ഒരു ഈവന്റ് പോസിബിൾ ആവണമെങ്കിൽ തീർച്ചയായും ഇപ്പം ഡിജിറ്റലിന്റെ സപ്പോർട്ട് കൂടെ ചെയ്യും. സോ വലിയ കൈയ്യടി ഇപ്പം ഡിജിറ്റലിനോട് കൊടുക്കാം. ആൻഡ് ടേസ്റ്റ് പാർട്ണർ the chocolate goodness and food partner in the സ്നാക്സും അടിപൊളിയായിട്ടുള്ള ഇലയുടെയും ചായയും ഒക്കെ തന്ന ഷാപ്പ് റെസ്റ്റോറന്റും വലിയ കൈയ്യടി കൊടുത്തോടെ ജഡ്ജ്മെന്റിലേക്ക് കടക്കുകയാണ്. ഇപ്പം ഡിജിറ്റൽ പ്രസൻസ് ലൈവ് കുക്കിംഗ് കോൺടെസ്റ്റിന്റെ ജഡ്ജ്മെന്റ്. സോ തേർഡ് പ്രൈസ് ഓക്കെ 16 പേരിൽ നിന്നും മൂന്നാമത്തെ പൊസിഷൻ ആർക്കാണ്? ഈ ഒരു ജഡ്ജ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. സിസ്റ്റം പറഞ്ഞാൽ എഴുതിയിരുന്നോ? ഓക്കെ, തേർഡ് പ്രൈസ് ഗോസ് ടു സെറ്റ് നമ്പർ 7. അശ്വിത ചെമ്മീൻ കമ്പനി പാത്തു. ഇതാണ് അശ്വിതയുടെ ഒരു ഫുഡ് ഐറ്റം, ഇഫ്താർ ഐറ്റം. ആൻഡ് തേർഡ് പ്രൈസ് ആണ് ഇവിടെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഒരു കമന്റ് ആണ് നമുക്ക് കേൾക്കാം. അതിനുശേഷം നമുക്ക് പ്രൈസിലേക്ക് പോകാം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ തേർഡ് പ്രൈസിൽ തന്നെ ആ ഒരു ഫുഡ് ഐറ്റം? താങ്ക് യു സോ മച്ച് ഫോർ ദി ഓപ്പർച്യൂണിറ്റി. പക്ഷേ ഭയങ്കര നല്ലൊരു ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. ടഫ് കോമ്പറ്റീഷൻ എല്ലാവരും പ്രത്യേകിച്ച് എല്ലാവരും തന്നെ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ ഇടയ്ക്ക് അവിടെ പോയപ്പോൾ കണ്ടു. ഇത്രയും ഒരു നല്ലൊരു അത്രയും ചൂടുള്ള സമയത്ത് നിങ്ങളെല്ലാം കുക്ക് ചെയ്ത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ അഭിനയിച്ചു. പക്ഷെ നമുക്ക് ലെവലിൽ ഞങ്ങൾ ആരെങ്കിലും കൊണ്ടുവരെ സെലക്ട് ചെയ്യാം എന്നായതുകൊണ്ട് സെലക്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും പുറകിലോട്ടല്ല. എല്ലാവരും പ്രൈസ് അർഹിക്കുന്നവർ തന്നെയാണ്. ഒരു ടഫ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. ഞങ്ങൾ തേർഡ് പ്രൈസിന് സെലക്ട് ചെയ്തതിന്റെ ഒരു കാരണം ഞങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം ലെഫ്റ്റ് ഓവർ മാവ് കാണും. പ്രത്യേകിച്ച് ദോശ ബാറ്ററൊക്കെ ലെഫ്റ്റ് ഓവർ ബാറ്റർ കാണും. അത് യൂട്ടിലൈസ് ചെയ്യാൻ നല്ലൊരു മെത്തേഡായിട്ട് ഞങ്ങൾ കണ്ടു. ആൻഡ് ഇത് ഹെൽത്തി സൈഡ് ഓൾസോ. അതുകൊണ്ടാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ പറയാം ഓട്ടുപൊടി. ഓട്ടുപൊടി കണ്ടതെന്ന് മനസ്സിലായോ? വേഗമായിട്ട് മൈദ അരച്ചി കുറച്ച് മുട്ടിട്ട് മിക്സിയിലേക്കൊന്ന് അടിച്ച് ഫാനിൽ മുമ്പിൽ ചിക്കി എടുത്താൽ ഓട്ടുപൊടി കിട്ടും. ഓട്ടിൽ പൊടിച്ചത് ഓട്ടുപൊടി അല്ലേ? അതിന് ശേഷം അതേപോലെ ചെറുക്കിട്ടുണ്ടെങ്കിൽ അത് പൊടിച്ചിട്ടെങ്കിൽ എല്ലാവർക്കും പൊടിച്ചിട്ട് പിറ്റേന്നുണ്ടാക്കി അതിലൊരു സോസ് ഇട്ട് അതൊക്കെ പൊടിച്ചാക്കി ഉപ്പിട്ട് ഓട്ടുപൊടി ഇട്ട് ഇത് മടക്കി മടക്കിയതിന് ശേഷം മുട്ടി ബ്രെഡ് ക്രംസും ഉപ്പ് വെച്ചു. ഉഷാറല്ലേ? ചരിവില്ലാത്ത കാര്യം രണ്ട് ബാക്കി. ചിക്കൻ ഹാഫ് സ്പൂൺ ഉണ്ടാക്കിയതിലേക്കാണ് സെക്കൻഡ് പ്രൈസ്. കയ്യിൽ പോലെ ഫിലയുടെ കൗണ്ടിലേക്ക് പോവാം. ക്രീമി ചിക്കൻ ഹാഫ് സ്പൂൺ ആണ് ഫില ഉണ്ടാക്കിയത്. അരിയോട് ഉണ്ടാക്കൂ, മൈദോട് ഉണ്ടാക്കൂ. ഇതൊന്നും അട ഉണ്ടാക്കുക അരി വട്ടത്തിലായാലും പത്തി ഫില്ലിംഗ് ഇട്ട് അതിന് ശേഷം അത് ബ്രെഡ് ക്രംസിൽ മുട്ട വെക്കില്ല. മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ലൈറ്റായിട്ട് വെച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടില്ല. അസാധ്യ സാധനമായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. അപ്പൊ ചിക്കൻ റെഡി ആയിട്ട് നന്നായി നന്നായിട്ട് ഈ മൈദ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടാണ് അതുപോലെ തന്നെ ക്രിസ്പി ഫ്രം ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ഇൻ സോഫ്റ്റ് ഒരു ജ്യൂസി ആയിരുന്നു. പിന്നെ ഞാൻ വേറൊരു സജഷൻ മാഡം പറഞ്ഞ ഒരു സജഷൻ ഇവിടെ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മളുടെ എല്ലാ കുക്കിങ്ങിലും ഇപ്പം വെസ്റ്റേൺ കൾച്ചർ ഇങ്ങോട്ട് വന്നേക്കാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ട്രഡീഷണൽ നമ്മുടെ കൾച്ചർ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നത് എന്താണ്? ചീസ് അല്ലെ? ഇറ്റാലിയൻ സീസണിങ്സും ഒക്കെയാണ് നമ്മളുടെ തീം മേശയിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ഓരോ സാധനങ്ങളും കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. അതുകൂടെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഹെൽത്തിനൊക്കെ തന്നെ നല്ലത്. നമ്മുടെ ഓരോ നമ്മുടെ
senior most invite ചെയ്യണം. Mr. Divankar, I invite to invite Mr. Divankar and senior manager to the plan on the stage. So, first prize, International Presents, Namakan, Ragnar Importite, even live cooking contest. First prize goes to test number 1616. ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ആൾക്കാരും വിനോദം തന്നെയാണ് ഇവിടെ എത്തിയത്. പക്ഷേ നമുക്കൊരു മത്സരത്തിന്റെ എല്ലാ രീതിയിലുള്ള ഫോർമാറ്റും പാലിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് പ്രൈസ് നിങ്ങൾ ഒരുങ്ങിയതാണ്. കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ജഡ്ജസിന് പറയുന്നതാണ്. എല്ലാവരും ഇവിടെ ഇറ്റാലിയനാണ് അടിച്ചത് വരുന്നത്, ഇന്ത്യൻ അല്ല. എല്ലാവരും ഇറ്റാലിയൻ ഐ തിങ്ക് വൈറ്റ് സോസും ഫ്രൈഡ് നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ചീസ്, വൈറ്റ് സോസ്, ഫ്രൈഡ് റൈസ് ഞാൻ മക്കൾക്ക് ഇഷ്ടം വിചാരിച്ചിട്ട് നമ്മള് അതിന്റെ കഴിയുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടം നല്ല സമൂസ ഇറച്ചി കണ്ടവും മുട്ടക്കണ്ടവും ഒക്കെയാണ്. പക്ഷെ മക്കളെ വിചാരിച്ചിട്ടാണ് നമ്മള് ചേഞ്ച് ആയത്. അത് നമ്മൾ ഇത്രത്തോളം ചേഞ്ച് ആവുന്ന നമ്മള് കുറച്ചുകൂടി ഹെൽത്ത് നമ്മുടെ നാട്ടില് ഉള്ള കാലാവസ്ഥക്ക് ഇത്രയും ചീസും ഇത്രയും ഹെവി ആയിട്ടുള്ള ഫുഡും കഴിക്കുന്നത് നല്ലതല്ല. ബട്ട് എവരിവൺ എല്ലാവരും ക്രിയേറ്റീവ് ഭയങ്കര നല്ല കാര്യമാണ്. ആ ക്രിയേറ്റീവ്നെസ് എല്ലാവരും കണ്ടു. പക്ഷേ പ്രത്യേകിച്ചും ഈ ലസാഗ്നയൊക്കെ കൊടുക്കാൻ സാധാരണ ചെയ്യും. ആ ഷീറ്റ് ഇടാൻ സാധാരണ ചെയ്യാം. ഇത് ഒരു ബ്രെഡ് ഇടാ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും പോസിബിൾ ഉള്ളൊരു കാര്യമാണ്. ഷീറ്റിട്ട് ചെയ്യാൻ വളരെ എക്സ്പെൻസീവ് ആണ്. അതേ സമയത്ത് ബ്രെഡ് ഇട്ട് കുറച്ച് കോഴി ഇട്ടത് നല്ല സ്പൈസി ആയിട്ടാണ്. നമ്മുടെ നാളെങ്കിൽ നമുക്ക് വെറും ബ്ലാൻഡ് ശരിയാവും. കുറച്ച് സ്പൈസി വേണം. ആ സ്പൈസി ഇവിടെ നമുക്ക് അതിന്റെ കൂടെ ചീസ് ഇട്ടിട്ട് വേവും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ഫ്യൂഷനാണ് ഉണ്ടാക്കിയത്. ദാറ്റ് ഈസ് വൈ ഐ വാസ് വെരി ടേസ്റ്റി. പറയാനില്ല അല്ലേ, അങ്ങനെയല്ലേ ഒരു ഫ്യൂഷനല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് വാസ് ഗുഡ്. അതെ, മാഡം പറഞ്ഞതുപോലെ തന്നെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ലോ ഫാറ്റ് ചീസ് ഉപയോഗിച്ചുകൊണ്ട് വേറെ ഫാറ്റ് ഉപയോഗിക്കേണ്ടി വന്നില്ല. ഇറ്റ് ക്യാൻ ബി ബേക്ക്ഡ് ഓൾസോ സ്റ്റീച്ചിങ് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതൊരു ക്രിയേറ്റീവ് ആയിട്ട് തോന്നി. നല്ല നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ട് എല്ലാവരും മുന്നോട്ടേക്ക് വരണം. അപ്പൊ ഡയറക്ടേഴ്സ് ഓഫ് ടൂറിസം ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നൽകാൻ വേണ്ടിയിട്ട് ഫോട്ടോ സെഷൻ ഓപ്പറേറ്റിംഗ് മാനേജർ മനസ്സിലായ ഞാൻ പറഞ്ഞു. Thanks so much. Second prize winner prize distribution order. Second prize goes to Hira, chest number 9. Hira prize നൽകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ Mr. Ganesh Chandrasekhar, Mr. Arma Karthik and Mr. Pahan MD ആണ് നൽകുന്നത്. And certificate is being provided. നമ്മുടെ രണ്ട് ജഡ്ജസ്മാരെ കൂടി തന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. തോമസ്, ഹലോ ഹലോ. ക്ലബിന്റെ നൽകാനായിട്ട് നമ്മുടെ ഡയറക്ടേഴ്സ് ഓഫ് ടൂറിസം ഫാത്തിമ ഷൈബാൽ ആൻഡ് മിസ്റ്റർ റാഷിദ് ഇൻവൈറ്റ് ചെയ്യുന്നു.
And first prize, like we got as the first prize, goes to just number 16, Saint Lisa. Very digital Mr. Ramesh Shekhar, Mr. Adam Hassan, Mr. Fahad MD, the actors of Chosen, Mr. Sophia, and the deputy judges. Our wonderful Emma leader, Mr. Divagar, Senior Manager of the Janani Palikan, Aisha Lin, Aisha Lin, ഒരു ഫോട്ടോ എടുത്താണ് അൻ്റെ നല്ല ക്ലിയർ ഉണ്ട് അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തില്ല തീരെ ക്ലിയർ ദീപ്പോടെ പോയി ആ ഓൾത് കഴിഞ്ഞിട്ടാണ് കുത്തിമോളി ശാലപ്പോ Jessica, Maimuna, Jessica, ഫോണേതാ i40 Pro Max. എൻ്റെ എന്തിലാറ് വരില്ലേ? ഞാൻ എടുത്തിട്ടില്ലല്ലോ അതൊക്കെ നിങ്ങൾ ഫോട്ടോ വീഡിയോസിൽ ഏത് അതെടുത്തോ 5 Nikita, Nikita, Dr. Gopika, കണ്ടോ അതിൻ്റെ ഹസ്ബൻഡിന് എടുത്തു കൊടുത്തതാ ഞാൻ ഫോൺ വാങ്ങി കൊടുത്തതാണ് ഞാൻ ആ സമ്മാനമൊക്കെ കിട്ടി. പിന്നെ അവതത്താൻ്റെ കുക്കിംഗ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ മെല്ലെ കുറേ സമയമായത് രാത്രി ആയതുകൊണ്ട് വേഗം പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ.